കുറച്ച് ബ്രെഡും ഒരു ബനാനയും പിന്നെ കുറച്ച് മൈദ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഈസി പലഹാര റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ബനാന എടുത്ത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്ത ഈ പഴത്തിൻ്റെ പേസ്റ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, കുറച്ചുപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഈ പേസ്റ്റ് നന്നായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 100 ml വെള്ളം കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളമയം ഉണ്ടാകാൻ പാടില്ല, നല്ല കുറുകി തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ബ്രെഡിലേക്ക് ഈ മാവ് പിടിക്കത്തില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോ ബ്രെഡും ഞാൻ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ബ്രെഡായിട്ട് തന്നെ കോട്ട് ചെയ്ത് മുറിച്ചെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ ഒരു പാൻ ചൂടാവാൻ വെക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പം നമ്മുടെ ബ്രെഡ് പീസസ് എല്ലാം മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക. സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി. സൂപ്പർ, അടിപൊളി.